ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായണ പാരായണം 13-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത് അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗമാണ്. സ്നേഹധനനായ സഹോദരൻ ലക്ഷ്മണൻ അധർമ്മത്തിൻ്റെ നേർക്ക് കോപം കൊണ്ട് ജ്വലിക്കുന്നു. തൻ്റെ വാക്ശരങ്ങൾ ദശരഥ പിതാവിൻ്റെ നേർക്ക് കൊടുക്കുവാൻ പോലും ലക്ഷ്മണൻ മടിക്കുന്നില്ല. ആ അവസരത്തിൽ ശ്രീരാമൻ തത്വോപദേശത്താൽ ലക്ഷ്മണനെ വിവേകത്തിൻ്റെ തീരത്തിലേക്ക് നയിക്കുന്നു. വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നത് ഉന്നമേ ഞാനടു നിന്നുള്ളിലെപ്പോഴും. എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോടമില്ല മറ്റാർക്കുമെന്നുള്ളത്. നിന്നാലസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും കേൾക്കലും. ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും വിശ്വവും വിശേഷധാന്യധനാദിയും സത്യമെന്നാകിലെ തൽപ്രയാസം ഭവ യുക്തമതല്ലാകിലം ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുനോക്കനി. മത്സരബുദ്ധി ഉപേക്ഷിച്ച് എൻ്റെ വാക്കുകൾ കേട്ടാലും നാശമില്ലാത്തതെന്തോ അതാണ് സത്യം. അനുഭവങ്ങൾ ക്ഷണികങ്ങളാണ്. നമ്മുടെ ആയുസ് വേഗത്തിൽ നഷ്ടമാകും എന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കും. വഗ്നിസന്തപ്തലോകസ്ഥാംബുബിന്ദുനാ സന്നിവം മർത്യജന്മം ക്ഷണഭംഗുരം. ചശ്രുശ്രവള കിളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ. കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാർത്ഥ കലത്രാദിസംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കം. പാന്തർപ്പേരു വഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലസംഗമം. ലക്ഷ്മിയും സ്ഥിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരധ്രുവം. ശ്രീരാമൻ ലക്ഷ്മണനോട് മത്സരബുദ്ധി ഉപേക്ഷിച്ച് എൻ്റെ വാക്കുകൾ കേട്ടാലും എന്ന് പറയുക. നാശമില്ലാത്തതെന്തോ അതാണ് സത്യം. അനുഭവങ്ങൾ ക്ഷണികങ്ങളാണ്. നമ്മുടെ ആയുസ് വേഗത്തിൽ നഷ്ടമാകും എന്ന് ശ്രീരാമൻ ഓർമ്മിപ്പിക്കുന്നു. പാമ്പിൻ്റെ തൊണ്ടയിൽ അകപ്പെട്ട തവള ഭക്ഷണത്തിനായി കരയുന്നത് പോലെയാണ് മനുഷ്യൻ സുഖഭോഗങ്ങൾ തേടുന്നത്. മക്കൾ, മിത്രങ്ങൾ, ധനം, ഭാര്യ ഇവയുമായുള്ള സംഗമം അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കുകയാണ്.
നദിയിൽ കൂടി ഒഴുകിപ്പോകുന്ന തടിക്കഷ്ണങ്ങൾ പോലെയാണ് മനുഷ്യരുടെ സംഘം. ലക്ഷ്മിയാകട്ടെ അസ്ഥിരയുമാണ്. ഒന്നിനും സ്ഥിരതയില്ല എന്നുകൂടി ശ്രീരാമൻ ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കുന്നു. സ്വപ്നസമാനം കളത്ര സുഖം മൃണ അല്പമായുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുല ആയുള്ള സംസാരം ആകെ നിരൂപിക്കും സ്വപ്നതുല്യം സഖി ഓർക്ക ഗന്ധർവ നഗര സമാമതി മൂർഖന്മാർ നിത്യമാനുവർത്തിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചിതു വേഗേന യാദപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതു ദയശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം അതിഭ്രമമുള്ളോരു ജന്മക്കൾ ചിത്തെ വിചാരിക്കാറില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതോ അറിയില്ല മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. മതിഭ്രമമുള്ള ആളുകൾ കാലം മാറുന്നതും ആയുസ് പോകുന്നതും അറിയുന്നല്ല എന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ വീണ്ടും ഓർമ്മിപ്പിച്ചു. വാർദ്ധക്യമൂടും ജരാനരയും കൊണ്ടു ചേർത്തമുഖേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോത്തറിയുന്നീലമായ തൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂടാൽ ആക്കൾ പുരുഷൻ ഗതിയേതു അറിയാതെ കാലസ്വരൂപനാ ഈശ്വരൻ തന്നോടെ ലീലാവിശേഷങ്ങളൊന്നുമോരായികയാൽ ആമക്കും പാമ്പു സമാനമായുസുടൻ കോപതേതും ധരിക്കുന്നതില്ലാരുണേ. വാർദ്ധക്യത്തിലെത്തിയാലും മോഹത്തിൽ നിന്ന് ഉണരുന്നില്ല. സനാതനമായ ഈശ്വര ചൈതന്യത്തെ ഓർമ്മിക്കാത്തവർ ആയുസ് ചോർന്നു പോകുന്നതും അറിയുന്നില്ല എന്ന് ശ്രീരാമൻ പറയുന്നു. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു വേഗം നശിപ്പിക്കുമേവനും നിർണയം വ്യാക്രിയെ പോലെ ജരയോ നടത്തുവൻ ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യവും കൂടൊരു നേരം പിരിയാതെ ചിത്രവും പാത്തുള്ളിലിരിക്കും ദേഹം നിമിത്തം അകം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും മനോകം ആരേന്ദ്രോഹമാട്ടേകമൻ ആമ്രേടീതം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം ബന്ധുവെണ്ണേറാച്ചമഞ്ഞു പോയിടാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. മരണം എപ്പോഴും ഏവരുടെയും കൂടെ തന്നെ ഉണ്ട്. ദേഹമാണ് ജീവിതമെന്ന് ഭ്രമിച്ച്
മോഹത്തിന് ഇരയാകുന്നത് നന്നല്ല എന്ന് വീണ്ടും ശ്രീരാമൻ ലക്ഷ്മണനെ ഓർമ്മിപ്പിക്കുന്നു. മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകാന്തർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നീതധ്രുവം. ശരീരം മായയാണ് എന്ന് ഓർക്കുക എന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദേഹിപ്പതിന്നോനി. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മാനസതാരി നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിയുക നീ ലക്ഷ്മണ. പരമാത്മാവാണ് സത്യം എന്ന അറിവാണ് ജ്ഞാനം. നമ്മുടെ ഉള്ളിലുള്ളതിനെ അറിയുക, അതാണ് തത്വമസി. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭാവിക്കുന്നീരോർക്കനീ. ദേഹമെല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹയഹംപ്രിയായുള്ളതു വിദ്യകൾ. സംസാരകാരിണിയായതാ വിദ്യയും സംസാരനാശിനി ആയതു വിദ്യയും. സനാതന തത്വത്തിലേക്ക് ലക്ഷ്മണനെ ശ്രീരാമൻ ഉയർത്തുകയാണ് ഈ വരികളിൽ. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസ ഏകാന്തചേതസാ ചെയ്ക വേണ്ടുന്നതും. തത്ര കാമക്രോധലോഭമോഹാദികൾ ശത്രുക്കളാകുന്നറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധമേറിയതു. മാതാപിതൃപാതൃമിത്രസഖീകള് ക്രോധം നിമിത്തം ധനിക്കുന്നതുമാർ. മോക്ഷം നേടാൻ വിദ്യ അഭ്യസിക്കുക, ക്രോധം നിയന്ത്രിക്കാനാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിച്ചു. ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും, ക്രോധം മൂലം നൃഢം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ഭൂതജനം. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ഭൂതജനം. ക്രോധമല്ലോ യേമനായതു നിർണയം, വൈതരണാഖ്യയാകുന്നതു കൃഷ്ണയം. ക്രോധം ധർമ്മക്ഷയത്തിന് കാരണമാണ് എന്ന് ശ്രീരാമൻ പറയുന്നു. സന്തോഷമാകുന്നതു നന്ദനം വനം, സന്തതം ശാന്തിയെ കാമസുരഭികൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്ക നീ, സന്താപമെന്നാലൊരു ജാതിയും വരാ. ദേഹേന്ദ്രിയ പ്രാണബുദ്ധി
യാദികൾക്കെല്ലാം ആനന്ദമേലെ വസിപ്പതാത്മാവുകൾ ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഫലം സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞനീശ്വരം സർവദസേതസി ഭാവിച്ചുകൊള്ളനീ. സർവൈക കാരണം സർവജഗന്മയം സർവൈക സാക്ഷിണം സർവജ്ഞനീശ്വരം സർവദഛേദസി ഭാവിച്ചുകൊള്ളനീ. ഈശ്വരനെ സദാസമയവും വിചാരിക്കുക. ഈശ്വരനും താനും തമ്മിൽ ഭേദമില്ല എന്ന് കരുതുക. സാരജ്ഞനായ നീ കേൾ സുഖദുഃഖദം പ്രാരബ്ധമില്ല അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമ്മയമാചരിച്ചിടുകന്നേ വരൂ. കർമ്മങ്ങൾ സംഘങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം പിരിച്ചവണ്ണം പര ബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. കർമ്മങ്ങൾ നിത്യമായ പരബ്രഹ്മത്തിൽ സമർപ്പിക്കുക. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനീ പറഞ്ഞതെല്ലാമേധരിച്ചുകൾ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മാനമല്ലോ മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം ആനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തിങ്കൽ നിന്നാശു കളക നീ. മാനമല്ലോ പരമാ പദാസ്പദം. ജഗദീശ്വരനെ ഓർമ്മിച്ചുകൊണ്ട് അഹംഭാവം ഉപേക്ഷിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ ആനന്ദം ലഭിക്കും. ഇതോടെ ലക്ഷ്മണന് നൽകുന്ന ഉപദേശം അവസാനം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ